ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള മറ്റു ചില ക്ഷേത്രങ്ങളും അതിൻ്റെ ഐതിഹ്യവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവർ ആദ്യം അത് പോയി കണ്ടിട്ട് വരൂ. കാരണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ഒരു പാർട്ട് 2 ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പുള്ളത്, പിന്നെ തൃച്ചംബര ശ്രീകൃഷ്ണ ക്ഷേത്രം, പിന്നെ പെരളശ്ശേരി അമ്പലം. ഈ ഒരു 3 ക്ഷേത്രങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൊട്ടിയൂരിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ കൊട്ടിയൂർ പോകുന്നവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ണൂരിലുള്ള മറ്റ് ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വെൽക്കം ടു ആ ഫാമിലി. നിങ്ങൾക്ക് എൻ്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അടുത്തതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കംസവധത്തിനു ശേഷമുള്ള കൃഷ്ണനാണ്. അതിനാൽ രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമാല്യ ദർശനം ശുഭകരമല്ല. കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിവേദ്യം നടത്തണം. നിർമാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃച്ചംബരം. ക്ഷേത്രത്തിൻ്റെ നടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ്. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ചുവർ ചിത്രങ്ങളുടെ ഏറ്റവും നല്ലൊരു ശേഖരം ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ കാണാം. ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായി വിശ്വക്സേനൻ എന്ന പരിചാരകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഒരുപാട് പടികൾ കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ ഭഗവതിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അത് കുളത്തിൻ്റെ നടുക്കാണ് ആ ഒരു ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. പൊൻചെമ്പകത്തറ. കംസവധത്തിനു ശേഷം കാരാഗൃഹത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട ദേവകി വാസുദേവന്മാർ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പരിഭവിച്ചു അത്രേ. ഇതിനു പരിഹാരമായി തൃച്ചംബരം ക്ഷേത്രത്തിൽ ഉത്സവ ദിവസങ്ങളിൽ തങ്ങളുടെ ബാലലീലകളായിരിക്കുമെന്നും അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഈ പൊൻചെമ്പകത്തറയിൽ ദേവകി വാസുദേവന്മാർ സാന്നിധ്യം ചെയ്യുന്നു. ആറാട്ടിനു ശേഷം ഈ തറയിൽ ഭഗവാൻ കൃഷ്ണനും എഴുന്നള്ളുന്നു. ഇവരെ വന്ദിച്ച് ഊരാള കുടുംബത്തിലെ കാരണവന്മാർ ഗ്രാമത്തിൻ്റെ അഭ്യുന്നതിക്കായി പ്രാർത്ഥിക്കുന്നു. ശ്രീ ശംബര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ്സനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി തിരുശംബര എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിന് ആ പേര് വന്നത് എന്നാണ് ഐതിഹ്യം. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. പരബ്രഹ്മ സ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിലൊന്നായ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ശിവന്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കൂവളത്തില ഉപയോഗിക്കില്ല. ധാരയും രുദ്രാഭിഷേകവും പതിവില്ല. പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല. ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കുന്നു തുടങ്ങിയവ അവയിൽ പ്രധാനമാണ്. എന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവും എല്ലാം ശിവന്റേതാണ്. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി, പരശുരാമൻ, നന്ദികേശൻ, ഭൂതത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി, മാടായിക്കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നുണ്ട്. പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമില്ല. സ്ത്രീകൾ തിരുവത്താഴ പൂജയ്ക്ക് ശേഷം അകത്ത് കയറി തൊഴുന്നു.
യുഗങ്ങൾക്ക് മുൻപ് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട 3 ശിവലിംഗങ്ങളിൽ മാന്താതാവ്, മുച്ചുകുന്ദൻ എന്നിവർക്ക് ശ്രീപാർവതി ദാനം ചെയ്ത 2 ശിവലിംഗങ്ങളും ഭൂമിയിൽ ശവസ്പർശമില്ലാത്ത ഈ സ്ഥലത്ത് തളികവട്ടത്ത് പ്രതിഷ്ഠിച്ചത് ഭൂമിയിൽ താഴ്ന്നുപോയി. മൂന്നാമത് ശതസോമൻ എന്ന രാജാവ് ഇതേ സ്ഥലത്ത് അഗസ്ത്യഹർഷിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന ശിവലിംഗം. ഈ ബിംബവും ഭൂമിയിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കാരം ചെയ്തു. 12 നമസ്കാരം ചെയ്തപ്പോഴേക്കും ഇന്ന് കാണുന്ന നിലയിൽ ബിംബം ഉറച്ചു നിന്നു എന്നതിനാൽ അശ്വമേധ നമസ്കാരം ഇവിടെ വളരെ പ്രധാനമാണ്. ഒരു ബുധനാഴ്ച ദിവസമാണത്രേ പ്രതിഷ്ഠ നടന്നത്. ഇക്കാരണത്താൽ ബുധനാഴ്ച ക്ഷേത്ര ദർശനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രതിഷ്ഠാ സമയത്ത് വിളക്ക് കത്തിച്ചിരുന്നു എന്നതിനാലാകാം ശ്രീലകത്ത് ഇന്നും നെയ്യ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വളപട്ടണം പുഴയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രം. കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ് ശ്രീകോവിലിലെ പ്രതിഷ്ഠ. പ്രാചീന ആയോധന കലയായ കളരിപ്പയറ്റിൻ്റെ മാതാവായി കളരിവാതുക്കൽ ഭഗവതിയെ കണക്കാക്കുന്നു. 4 ശ്രീകോവിലുകളിലായി ശിവൻ, സപ്തമാതൃകകൾ, ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ എന്നീ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കണ്ണൂർ ജില്ലയിൽ പെർളശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രകുളം പ്രസിദ്ധമാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ കുളം. ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിൻ്റെ പൊരുൾ ചോദിച്ചു. എന്നാൽ ബ്രഹ്മാവിന് അതിൻ്റെ അർത്ഥം യഥാവിധി പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടാൻ തൻ്റെ സേനാനിയായ വീരബാഹുവിനോട് പറഞ്ഞു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായത് പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലയ്ക്കാൻ കാരണമായി. പിന്നീട് പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിപ്പിച്ചു. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. കുറച്ചുകാലം അജ്ഞാതവാസത്തിൽ കഴിയേണ്ടി വന്നു. അതനുസരിച്ച് അയ്യപ്പൻകാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു. വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിന് മുകളിൽ പണം കുടയാക്കി പിടിച്ച് അദ്ദേഹത്തെ കാത്തുപോന്നു. അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു. വിഗ്രഹത്തിനായി ശ്രേഷ്ഠമായ ശില കണ്ടെത്താൻ ശ്രീരാമൻ ഹനുമാനെ പറഞ്ഞുവിട്ടു. വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല. ശുഭമുഹൂർത്തം തെറ്റാതിരിക്കാൻ ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി എത്തി. ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വളയെടുത്തിട്ട് പ്രതിഷ്ഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. വള തിരിച്ചെടുക്കാൻ ഹനുമാൻ ശ്രമിച്ചപ്പോൾ വള ഇളകിയില്ലെന്ന് മാത്രമല്ല, ഒരു സർപ്പം വന്ന് വളയിലിരുന്ന് എടുക്കരുതെന്ന് ഫണം കാണിച്ചു കൊടുക്കുകയുമുണ്ടായി. പെരുവളയിൽ സുബ്രഹ്മണ്യസ്വാമി കുടികൊണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ തുടർന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതായി അറിയിച്ചു. അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ സ്ഥലം പെരുവളശ്ശേരി എന്നറിയപ്പെട്ടു. കാലാന്തരത്തിൽ അത് ലോപിച്ച് പെരളശ്ശേരി എന്ന് രൂപാന്തരം കൊണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ണൂരുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള, എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ക്ഷേത്രങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി വേറെ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.